ഹായ് ഗേസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു പിക്കിൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിക്കിൾ ഓൾറെഡി ഞാൻ ഗ്രീൻ ആപ്പിൾ പിക്കിളാണ് ഉണ്ടാക്കുന്നത്. മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഗ്രീൻ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഇഞ്ചി അതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ ഇതെടുത്ത് പീസ് എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചേക്കുന്നു. അതായത് വലിയ പുളിയില്ലാത്തതാണ്, ചെറിയ മധുരം ടൈപ്പാണ്, വലിയ പുളിയില്ല. അന്നേരം നമുക്ക് മാങ്ങയുടെ കൂട്ട് പുളി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയും ഉപ്പും കൂടെ പുരട്ടിയിട്ട് കണ്ണാപ്പ വെച്ചേക്കണം, സ്റ്റെയിനിൽ വെച്ചേക്കണം, അതിൻ്റെ ആ പുളി മാറാനായിട്ട്. പക്ഷേ ഇതിന് പുളി ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ലാസ്റ്റിലങ്ങ് എടുത്തിടത്തേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഇനി കണ്ട ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് നമുക്ക് ഇത് വറ്റൽമുളക് വേണം. എടുത്ത് വെച്ചിട്ട് ഞാൻ ഓരോന്ന് കാണിക്കാം. ഇത് കടുക് വേണം. പിന്നെ വേണ്ടത് ഉലുവ, പാൻ ചൂടാക്കാൻ ഒഴിക്കുന്ന ഇത് ഞാൻ എടുത്തേക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണിത്. ദേശിക്കത്ത് തണുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. ഇത് പാൻ ചൂടാക്കിയിട്ട് ഒഴിക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. പിന്നുള്ള എൻ്റെ സൺഫ്ലവർ ഓയിലാണ്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാര്യം നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യം വേണ്ട സാധനമാണ് വറ്റൽമുളക്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മുളക് പൊടിയാണ്, നാട്ടിൽ വെക്കേഷൻ പോയപ്പോൾ പൊടിച്ചുകൊണ്ട് വന്ന മുളക് പൊടിയാണ്, നല്ല മുളക് പൊടിയാണ്. ഓക്കെ, നല്ല ടേസ്റ്റുള്ള മുളക് പൊടി. പിന്നെ വിനാഗിരി ഇവിടെ അടുത്ത കടയിൽ നിന്ന് മേടിച്ച വിനാഗിരിയാണ്. പിന്നെ നോർമലായിട്ട് എല്ലാവരും പിക്കിളിന് ഉപയോഗിക്കുന്ന കായപ്പൊടി, അസഫറ്റയുടെ പൗഡർ, ഈസ്റ്റേണിൻ്റെ അസഫറ്റയുടെ പൗഡറാണ്. പിന്നെ കറിവേപ്പില, ഇത് ഓൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു, കറിവേപ്പില. പിന്നെ നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളാണ്. വെളുത്തുള്ളി പീസാക്കി വെച്ചത്, വെളുത്തുള്ളി കുറച്ച് ഏറെ എടുക്കണം, ഒരു തുടം എടുത്തോണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി. പിന്നെ ആപ്പിൾ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച് ഞാനത് കളർ മാറി വരുന്നു, അരിഞ്ഞു വെച്ചതാണ്. നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടാക്കാൻ വെച്ച് പാൻ ചൂടാവട്ടെ. പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ട് കടുക് പൊട്ടിച്ചു. കടുക് ജസ്റ്റ് പൊട്ടി വന്നപ്പം തീ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഴുവൻ ഉലുവ ഇട്ടു. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് നല്ലതായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ട്, അതായത് ഒത്തിരി കരിയാത്ത രീതി വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, ഒരു 3-4 സ്പൂണ് മുളക് പൊടി. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി വലിയ എരിവില്ലാത്തതുകൊണ്ട് 4 സ്പൂണോളം ഇട്ടു. ഒരു കാൽ ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അത് വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ എടുത്തിടുകയാണ്. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതിൻ്റെ നമ്മൾ കായപ്പൊടി കുറച്ചിട്ടായിരുന്നു. ഓക്കെ, കായപ്പൊടി ഒരു ആവശ്യത്തിന്, ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചിട്ട് കായപ്പൊടി ഇട്ട് ഞാൻ അത് ജസ്റ്റ് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതിലോട്ട് ഗ്രീൻ ആപ്പിൾ ഇടുമ്പോൾ ആ ഗ്രീൻ ആപ്പിളിലെ വെള്ളം ഇറങ്ങിയിട്ട് അതങ്ങ് റെഡി ആയിക്കോളും. ഓക്കെ, ഗ്രീൻ ആപ്പിൾ ഇടാൻ പോവുകയാണ്. ഗ്രീൻ ആപ്പിൾ നമ്മളിങ്ങനെ ഓരോന്ന് കുറച്ചായിട്ട് ഇടുകയാണ്. കുറച്ചിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ചിട്ടിട്ട് ഇളക്കി. ഇനി അടുത്തത് ഇതെല്ലാം ഇങ്ങോട്ടിടാം. അതായത് കുറേ ദിവസത്തേക്കോ മാസത്തേക്കോ ഉപയോഗിക്കാനാണ് നമ്മൾ എന്തുപോലെ പറയുന്നത്. ഈ ഇതിലൊന്നും വെള്ളമയം കാണുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിലായിട്ട് ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളിലായിട്ട് ഒന്നിലും വെള്ളമയത്തിന് അംശം പോലും കാണരുത്. അതൊരു തുണി വല്ലതും ഇട്ട് തുടച്ച് ഒക്കെ എടുക്കണം. സ്പൂൺ പോലും വെള്ളമയം കാണരുതെന്നാണ് പറയുന്നത്. ചീത്തയായിപ്പോൾ. പക്ഷെ നമ്മളിതിപ്പോൾ അങ്ങനെ കുറേ ദിവസത്തേക്കുള്ളതൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം കഞ്ഞിയുടെ കൂടെ എന്തിൻ്റെ കൂടെയൊക്കെ ദിവസം ഇത് കഴിക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണം ഫ്രിഡ്ജിലൂടെ വെക്കാം. പിന്നെ അത്യാവശ്യം വിനാഗിരിയോടെ ഒഴിച്ചു കൊടുക്കും. എല്ലാം കൂടെ കൂട്ടി യോജിച്ച് കണ്ടിട്ട് തന്നെ നല്ല രസമല്ലേ നോക്കിയാട്ടെ. ഉപ്പ് വേണമെന്ന് ടേസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടെ ഉപ്പ് വേണം. ഉപ്പൂടി കായപ്പൊടി എടുത്ത് മെയിൻ സാധനമാണ്. കായപ്പൊടി ഇടാൻ മറക്കരുതായിരുന്നു. അതുപോലെ ഇപ്പം എന്താണ്ട് എല്ലാം ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു 5 മിനിറ്റിൽ ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. അന്നേരം അതിൻ്റെ അകത്തിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അതുമല്ല ആപ്പിളൊന്ന് വാടിയും കിട്ടും. ഓക്കെ, തീ ഒത്തിരി കൂട്ടി വെക്കരുത്. ഇപ്പം ഞാൻ ഇൻഡക്ഷൻ കുക്കറാണ്. ഒരു 600 ഇടാം. 600 ഒരു 3 മിനിറ്റ് അങ്ങനെ ഇരിക്കും. ഞാൻ അങ്ങനെ ഒരു 2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇത് സ്റ്റൗ ഓൺ ആക്കേണ്ട കാര്യം, തീ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഇനിയിപ്പോൾ നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുപ്പിയിലോട്ടോ ഗ്ലാസ് കുപ്പിയിലോട്ടോ എല്ലാം എടുത്തിടാം. ഇതിൽ നമ്മൾ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ഇട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആപ്പിൾ വാടിയിട്ടുണ്ട്. ആപ്പിൾ കറിവേപ്പില മുളകും മറ്റുള്ളതൊക്കെ അവിടെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള, കണ്ടിട്ട് നല്ല ടേസ്റ്റുള്ള സാധനം. ഇനി ഇത് ഞാൻ അത്യാവശ്യം രുചിച്ച് നോക്കിയപ്പോൾ ഓക്കെയാണ്. ഉപ്പും എല്ലാം ഉണ്ട്. ഉപ്പും വിനാഗിരി ഒഴിച്ചപ്പോൾ ഒരു പുളിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് ഇരിക്കുന്തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല. നാളെ ഇതിൻ്റെ വിനാഗിരി ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് ആപ്പിളിലെ പുളിയെല്ലാം ഒന്ന് ഇറങ്ങി അടിപൊളിയാകും. ഓക്കെ, അങ്ങനെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.